കീരമ്പാറ പഞ്ചായത്തിൽ ജനവാസ മേഖലകൾക്ക് ഭീഷണിയായി വനംവകുപ്പ് പ്ലാന്റേഷനിൽ തമ്പടിച്ചിട്ടുള്ള കാട്ടാനകളെ തുരത്തുന്നതിന് വീണ്ടും ശ്രമം. തുണ്ടം തട്ടേക്കാട് വനങ്ങളിൽ നിന്ന് പെരിയാർ കടന്നെത്തിയ ആനകളാണ് പ്ലാന്റേഷനിൽ തമ്പടിച്ച് ദിവസവും ജനവാസ മേഖലയിലേക്ക് കയറുന്നത്. ഈ ആനകളെ തിരികെ വനത്തിലേക്ക് ഓടിക്കുന്നതിനുള്ള പരിശ്രമമാണ് വീണ്ടും ഒരിക്കൽ കൂടി നടത്തിയത്. ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും വനസംരക്ഷണ സമിതി അംഗങ്ങളും നാട്ടുകാരും വനപാലകരുടെയും പോലീസിന്റെയും സഹകരണത്തോടെയാണ് ആനകളെ തുരത്താൻ രംഗത്തിറങ്ങിയത്. ചേലമല ഭാഗത്തെ പ്ലാന്റേഷനിൽ ഒരു കൊമ്പനാനയെ കണ്ടെത്തിയിരുന്നു. ഇതിനെ പടക്കം പൊട്ടിച്ച് ഭയപ്പെടുത്തി തുരത്താൻ കഴിഞ്ഞു. കരിങ്കുളം ഭാഗത്തെ ആനകളെയും തുരത്താനുള്ള ശ്രമമാണ് തുടർന്ന് നടന്നത്. കുറച്ചു ദിവസമെങ്കിലും ആനശല്യം ഇല്ലാതെയാകാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ഇറങ്ങിത്തിരിച്ചതെന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മാമച്ചൻ ജോസഫ് പറഞ്ഞു. രാവിലെ മുതൽ ആനകളെ കാടിളക്കി ഓടിച്ച് പുറത്ത് ചടിക്കുവാനുള്ള ഒരു ശ്രമമാണെന്ന് രാവിലെ ആരംഭിച്ചിരിക്കുന്നത്. രണ്ട് വിങ്ങായിട്ട് ഇവിടെ ചേലമല ഭാഗത്തേക്ക് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ നിരവധി നാട്ടുകാരും പ്രത്യേകിച്ച് ആന വാച്ചേഴ്സ് എക്സ്പീരിയൻസുള്ള ആളുകളാണ് കയറിയിരിക്കുന്നത്. അവർ ആനേനെ ഓൾറെഡി നമ്മുടെ കൂരികുളം ചേലമല ഭാഗത്ത് കണ്ടെത്തിയിട്ടുണ്ട്. ചേലമല ഭാഗത്ത് നിന്ന് ആനേനെ നിലവിൽ അവർ പുഴയിലേക്ക് ചാടിക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഇവിടെ കീരമ്പാറ ഗ്രാമപഞ്ചായത്തിൽ കൂരികുളം അതുപോലെ തന്നെ ചേലമല ഭാഗം ഇങ്ങനെ രണ്ട് ഭാഗത്തായിട്ടാണ് സാധാരണ ആനകളെ കണ്ടുവരുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ചേലമല ഭാഗത്ത് ആനേനെ ഓടിച്ചതിന് ശേഷം ആ ആന സ്വാഭാവികമായും തുണ്ടം ഏരിയയിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന ആനകളായിരിക്കും. അത് വരുന്ന വഴിയിൽ തന്നെ തിരിച്ചു പോകുന്നുള്ളതുകൊണ്ട് അത് തുണ്ടം വഴിക്കും. അതുപോലെ തന്നെ അതിനുശേഷം അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മൾ കൂരികുളം ഭാഗത്തുള്ള ആനകളെ ഓടിക്കാനാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇന്ന് നമുക്ക് ഇവിടെ ഈ കാട്ടിലുള്ള ആനകളെല്ലാം ഒന്ന് തുരുത്തി ഓടിക്കാനുള്ള ശ്രമമാണ്. തീർച്ചയായിട്ടും ആനകൾ കടന്നു പോകും എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം. ഇതിനു മുൻപ് പലവട്ടം ആനകളെ സമാന രീതിയിൽ തുരത്തിയിരുന്നു. ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ആനകൾ പെരിയാർ കടന്നെത്തി പ്ലാന്റേഷനിൽ തമ്പടിക്കുകയാണ് പതിവ്. പ്ലാന്റേഷന് പുറത്ത് ആനകളെ സ്ഥിരമായി തടയാൻ കഴിയണമെന്നാണ് നാടിന്റെ ആവശ്യം. ഇതിന് ട്രഞ്ച് താഴ്ത്തുകയാണ് വേണ്ടത്. ഫെൻസിംഗ് സ്ഥാപിച്ച് താൽക്കാലികമായി പ്രശ്നം പരിഹരിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.